ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, അതിന് നെക്സ്റ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണമെന്നില്ല, കളക്റ്റീവാണ്, ടൈംലെസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കേണ്ട ഒരു സമയമുണ്ട്, ആ സമയം മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ വരുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഫയലൊന്നും വെക്കുന്നില്ല, നോക്കാം നമുക്ക്. അപ്പോൾ എന്താണ് നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ആ ഒരു പ്രോബ്ലത്തിന് നെക്സ്റ്റ് അടുത്തുണ്ടാകുന്ന കാര്യം എന്തായിരിക്കാം, അടുത്ത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടുന്ന കാര്യം എന്തായിരിക്കാം സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം. നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് ഇത്. റിസോഴ്സിൻ്റെ ആദ്യമാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അടുത്ത് എന്താണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ആ ഒരു പ്രോബ്ലത്തിന് എന്താണ് നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. 9 of Pentacles, 3 of Pentacles, Page of Cups, 2 of Cups, Hermit, 8 of Swordsൻ്റെ എനർജിയാണ്. ഇനി ഇതിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ട്രീയാണ്. അഫയേഴ്സ് വിത്ത് അവർ ഫാമിലി, ഡാർക്ക് മാൻ, ക്യാറ്റ്, ഗുഡ് ന്യൂസ്. ജൂലൈ മന്ത് എന്ന് പറയുമ്പം ഈ മാസമാണ്. പെർസ്, പേ അറ്റൻഷൻ ടു ഫിനാൻസസ്, കരിയർ, someone new is entering your life വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം അത് നമുക്ക് നോക്കാം. 7 of Swordsൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്, ചീറ്റിംഗ് ആണ്. ചിലപ്പോൾ ചില ആൾക്കാർ നിങ്ങളുടെ ഏറ്റവും അടുത്ത് നിങ്ങൾ ഏറ്റവും സ്നേഹിച്ചിരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്ന ഏതോ ആൾക്കാർ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്ന് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, കാർഡ്സ് 7 of Swordsൻ്റെ എനർജിയാണ്. അത് ഒരു ചീറ്റിംഗ് പറ്റിയെന്ന് കാണുന്നുണ്ട്. ആ ചീറ്റിംഗ് ചെയ്ത ആൾക്കാരെ നിങ്ങൾ ഏറ്റവും വിശ്വസിച്ച ആൾക്കാരായിരിക്കാം, നിങ്ങൾക്ക് അറിയാവുന്നവർ തന്നെ ആയിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ചിലർ നിങ്ങളോട് ഏറ്റവും അടുത്ത് നിന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പുറത്ത് വേറൊരു തരത്തിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ ഓഫീസിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തോ ഒരു കാര്യത്തിൽ നിങ്ങളെ സഹായിക്കേണ്ടുന്ന ആൾക്കാർ, നിങ്ങളെ ഏറ്റവും വിശ്വസിച്ച ആൾക്കാർ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്ന് കാണുന്നുണ്ട്. പിന്നെ 5 of Wandsൻ്റെ എനർജിയാണ്. ശരിക്കും ഒരു
കോമ്പറ്റീഷൻ നടക്കുന്നു എന്നുള്ളതാണ്. ഭയങ്കര മത്സര ബുദ്ധിയോടെ മറ്റുള്ളവർ നിങ്ങളെ കാണുന്നുണ്ടായിരിക്കാം. കുറേ ആർഗ്യുമെന്റ്സ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഈ ഒരു കാര്യത്തിന്റെ പേരിൽ നിങ്ങൾക്ക് കുറേ ആർഗ്യുമെന്റ്സ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഭയങ്കര ടെൻഷനായിട്ടുണ്ട ഉള്ള ഒരവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങൾ വിശ്വസിച്ച ആൾക്കാർ നിങ്ങളെ ചതിച്ചു എന്ന് കാണുന്നുണ്ട്. സ്ട്രെങ്ത് ആണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യത്തിന് ക്ലാരിറ്റി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വ്യക്തിയോ ഈ വ്യക്തികളോ എന്നെ ചതിച്ചതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അത് അവർ ചില ആൾക്കാരെങ്കിലും അവർ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ ആ ജോലിയിലേക്ക് തിരിച്ചു പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക നഷ്ടം വന്ന ആൾക്കാർക്കാണെങ്കിൽ തിരിച്ച് അവർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും നഷ്ടപ്പെട്ടത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളത് കാണുന്നുണ്ട്. ഹാങ്ഡ്മാനാണ് അടുത്ത് വന്നിട്ടുള്ളത്. ശരിക്കും പക്ഷെ നിങ്ങൾ ആഗ്രഹം മാത്രമേ ഉള്ളൂ, അതിൽ മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെ സ്റ്റക്കായി പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ചിലപ്പം നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ ആൾക്കാരെ കുറിച്ച് നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് ക്ലാരിറ്റി വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൽ സെവൻ ഓഫ് സോർട്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾ വിശ്വസിച്ച ആൾക്കാരാരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊന്നും മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ അത്രയധികം ആ ഒരു വ്യക്തിയെ വിശ്വസിച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ചില ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എനിക്ക് ഇവിടെ നിന്ന് മാറിപ്പോകേണ്ടി വരും എന്ന് ഒരിക്കലും ചിന്തിക്കാത്ത ആൾക്കാരായിരിക്കാം. കാരണം അത്രയും നിങ്ങൾ ആ ഒരു കംഫർട്ടബിളായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഏതായാലും നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥാനത്ത് നിന്നും നിങ്ങൾക്ക് ചീറ്റിംഗ് കിട്ടി എന്നാണ് കാണുന്നത്. അപ്പോൾ അതിലൊരു സ്ട്രെങ്ത് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രസന്റ് സിറ്റുവേഷനിൽ അത് മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെ സ്റ്റക്കായി. പക്ഷെ നിങ്ങൾ ഇപ്പോൾ അത് യൂണിവേഴ്സിന് വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സറണ്ടർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ആ ഒരു വിധിക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണ് കാണുന്നത്. പിന്നെ അടുത്ത സെവൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ഇതൊരു ചലഞ്ചിങ് ഫേസാണ്. നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു ചലഞ്ചിങ് ഫേസിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എന്ന് കാണുന്നുണ്ട്. കാരണം പ്രതിബന്ധങ്ങൾ ഒരുപാടുണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് ഒരു ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട് ധാരാളം പ്രതിബന്ധങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ പല സമയവും കൺട്രോളൊക്കെ പോകുന്നുണ്ടായിരിക്കാം. അങ്ങനെ കാണുന്നുണ്ട്. എന്തായാലും ശരിക്കും ഒരു സ്ട്രഗിൾ സിറ്റുവേഷനാണ് എന്ന് കാണുന്നുണ്ട്. പിന്നെ 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. നിരാശയാണ് നിങ്ങൾക്ക്. കാരണം നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത്. അതാണ് 8 ഓഫ് കപ്സ് പറയുന്നത്. നിങ്ങൾ നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം, ജോലി ആകട്ടെ, റിലേഷൻഷിപ്പ് ആകട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഒരു ഇതാകട്ടെ, ഒരു ക്രൈസിസ് ആണ് എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്നാണ് കാണുന്നത്. അത് ശരിക്കും വേദനയോടുകൂടി നിങ്ങൾക്ക് അത് വിട്ടുകളയേണ്ടി വരുന്നു. ആ ഒരു അവസ്ഥ തന്നെ അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ ആ ഒരു കാര്യം. പക്ഷേ ഇപ്പോഴും നിങ്ങളത് ഹോൾഡ് ചെയ്തിരിക്കുന്നുണ്ട്. ആ ഓർമ്മകൾ ഹോൾഡ് ചെയ്തിരിക്കുന്നുണ്ട്. ആ ഒരു കാര്യം തിരിച്ചു വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്കത് വിട്ട് കളയാൻ പറ്റുന്നില്ല. നിങ്ങളെ സ്റ്റക്കാണ്. നിങ്ങളത് ചില ആൾക്കാരെങ്കിലും അത് ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ എന്നാലും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കാര്യം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ വലിയ മൂവ്മെന്റ് അതിന് കാണുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷൻ. ഈ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് ഇതിന് നെക്സ്റ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു ഏകദേശമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇത് ഒരുപാട് ആൾക്കാർ പലതരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളൊരു ജനറൽ റീഡിങ്, കളക്റ്റീവ് റീഡിങ് നോക്കുമ്പോൾ അത് കുറച്ച് ആൾക്കാർക്കൊക്കെ റെസണേറ്റ് ആകുമായിരിക്കാം. നിങ്ങൾ അങ്ങനെ ആകുമെങ്കിൽ, ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ നിങ്ങളൊന്ന് പറയുക. കാരണം നിങ്ങൾ കണ്ടതാണല്ലോ, കാർഡ്സിൽ വന്നത് ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇതിൽ നിങ്ങളുടെ ആ ഒരു നെക്സ്റ്റ് വരാൻ പോകുന്നത്, ഇപ്പോൾ സെവൻ ഓഫ് സോർട്സിൻ്റെ എനർജി ആണല്ലോ അത് ചീറ്റിംഗ്. ആ ചീറ്റിങ്ങിനെ നിങ്ങൾക്ക് ശരിക്കും ഒരു 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിച്ചിരുന്നോ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് തിരിച്ച് വരുന്നതിൻ്റെ സന്തോഷമാണ്. അല്ലെങ്കിൽ ആൾറെഡി അത് നിങ്ങളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ചിലപ്പോൾ അത്
അപ്പോൾ പറഞ്ഞല്ലോ കുറച്ച് സ്ട്രഗിളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്, വാക്ക് തർക്കങ്ങളുണ്ട്, കോമ്പറ്റീഷനുണ്ട് എന്നൊക്കെ പറഞ്ഞ ആ ഒരു സ്ഥലത്ത് ചില ഓഫീസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൊളീഗ്സ് എല്ലാവരും നിങ്ങളെ ഒറ്റപ്പെടുത്തും. ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങളോട് ശരിക്കും വൈരാഗ്യമോ ദേഷ്യമോ ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതിന് ഒറ്റപ്പെടുത്തി നിർത്തിയിരിക്കുന്നത് കൊണ്ട് പലർക്കും ഒരു പെയിൻ ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അത് വീണ്ടും ഒരു ഹാർമണിയിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു ടീം തന്നെ, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ടീം വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും, അതിൽ ചിലപ്പം ഒരു നിങ്ങൾക്ക് ഒരു ആർഗ്യുമെൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലത്തെ അഭിപ്രായങ്ങളായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ആർഗ്യുമെൻ്റ് ഒക്കെ ഉണ്ടായി പ്രശ്നങ്ങളായി എന്നാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ആൾക്കാർ നിയർ ഫ്യൂച്ചറിൽ നിങ്ങളിലേക്ക് വീണ്ടും വന്ന് നിങ്ങൾ വീണ്ടും ഒരുമിച്ച് വീണ്ടും ഒരു ടീം വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് വളരെ സന്തോഷത്തിൽ ആണ് എന്നുള്ളതാണ്. സന്തോഷത്തിൽ നിങ്ങൾ ആ ഒരു വർക്ക് പുനരാരംഭിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ എന്തെങ്കിലും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ വീണ്ടും ആ ഒരു ടീം വർക്കിലേക്ക് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. പിന്നെ അത് നിങ്ങളിത് റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന കാര്യമാണ്. കാരണം ഏതെങ്കിലും വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കാം. ചില കാര്യങ്ങൾ നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടത്, അത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും നിങ്ങൾ സന്തോഷിച്ച കാര്യങ്ങൾ. കാരണം 8 ഓഫ് കപ്പാണ്. ഈ കപ്പിൽ നിറയെ സ്നേഹമാണ്. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഇരിക്കുന്നത്. ആ ഇഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾ ഉപേക്ഷിച്ച് വളരെ വിഷമത്തോടെ നിങ്ങൾ നടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ ആ ഓർമ്മകൾ, പാസ്റ്റിലെ ഓർമ്മകൾ, സന്തോഷമുള്ള ഓർമ്മകളൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിൽ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാനിഫെസ്റ്റ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ്, യൂണിയനാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, 2 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഒരു വ്യക്തിയുമായിട്ടാണ് നിങ്ങൾ എന്തെങ്കിലും തരത്തിലൊരു പ്രശ്നമുണ്ടായി, ഒരു വഴക്കുണ്ടായി, ചിലപ്പോൾ അവർ ചീറ്റ് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ട് തെറ്റിദ്ധരിച്ച് പോയതുമായിരിക്കാം. അങ്ങനെയാണെങ്കിലും എന്തായാലും അതൊക്കെ മാറിയിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് വീണ്ടും യൂണിയനുമായി വരുന്നുണ്ടെന്നാണ്. 9 ഓഫ് കപ്സ് ആണ്. ശരിക്കും നിങ്ങളും ഒരുപാട് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൽ പേജ് ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം കുറച്ച് സമയത്തിനുള്ളിൽ ആ ഒരു കാര്യം മാനിഫെസ്റ്റ് ആയി ശരിക്കും അത് റിയാലിറ്റിയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു കാര്യമാണ് റിയാലിറ്റിയിലേക്ക് നിങ്ങൾക്ക് എത്തുന്നത് എന്ന് കാണുന്നുണ്ട്. പിന്നെ കിങ് ഓഫ് സോർട്സും ഹെർമിറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ഹാങ്ഡ്മാനാണ്. നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഇല്ല. നിങ്ങൾക്ക് ശരിക്കും സ്റ്റക്കായി പോയി. നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല ഒന്നിനും. ചിന്തിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ഒരു ഡിപ്രഷൻ ആയിരുന്നെങ്കിൽ ഒരു മെൻ്റൽ ക്ലാരിറ്റി എല്ലാ കാര്യത്തിനും വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് നല്ല വിഷൻ ഉണ്ട് എന്നുള്ളതാണ്. മുന്നോട്ടേക്ക് ഇത് എങ്ങനെയാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ് നെക്സ്റ്റിൽ വരാൻ പോണത്. അതിന് ജോലിയാകട്ടെ, ജോലി സ്ഥലത്തായാലും റിലേഷൻഷിപ്പിലായാലും അങ്ങനെയാണ് കേട്ടോ വരുന്നത്. നിങ്ങൾക്ക് അഥവാ ഒരു സാമ്പത്തിക നഷ്ടമാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനെ എങ്ങനെ തിരിച്ചു പിടിക്കാം, ഇത് എനിക്ക് തിരിച്ച് എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എനിക്ക് എന്താണ് ഇനി ഫിനാൻഷ്യലി വരാൻ പോകുന്നതെന്ന് ഒരു ക്ലിയർ വിഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ അതിന് വേണ്ട എല്ലാ ആക്ഷനും എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നും ആക്ഷൻ എടുക്കാതെ സ്റ്റക്കായിരുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അടുത്ത് വരാൻ തന്നെ നിങ്ങൾ അതിന് കൃത്യമായിട്ടുള്ള ആക്ഷൻ എടുക്കും എന്നുള്ളതാണ്. വളരെ ആലോചിച്ച് ശരിക്കും ഒരു ക്ലാരിറ്റിയോടെ നിങ്ങൾക്കത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി നിങ്ങളതിന് ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അടുത്ത ഒരു സ്റ്റെപ്പ് വരുമ്പോൾ നിങ്ങൾ ഹെർമറ്റ് എനർജിയിലാണെന്നാണ്. നിങ്ങൾ ശരിക്കും ഇതെല്ലാം നിങ്ങളിൽ നിന്നും ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് സോൾവ് ആയ ഒരു സമയത്ത് നിങ്ങൾക്ക് ശരിക്കും ഒരു സന്തോഷമല്ല, പക്ഷെ അതിന് പകരം ശരിക്കും ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് വരുന്ന ഒരു എനർജിയാണ് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. ഈ പോയപ്പോൾ ഉള്ള പെയിനും ഇല്ല, വന്നപ്പോൾ സന്തോഷവും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നെക്സ്റ്റിൽ നിങ്ങൾ എത്തും എന്നാണ് കാണുന്നത്. ഈ ഒരു കാര്യം, ഈ സ്ട്രഗിൾ നിങ്ങളുടെ ലൈഫിൽ വന്നപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു, ശരിക്കും ഡിപ്രഷൻ ആയിരുന്നു. അപ്പോൾ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല, ജീവിക്കേണ്ടെന്ന് വരെ തോന്നിയിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ കടന്ന് പോയത് അല്ലെങ്കിൽ പോകുന്നത്. നെക്സ്റ്റിൽ നിങ്ങൾക്ക് ഈ ഒരു നഷ്ടപ്പെട്ടതൊക്കെയും തിരിച്ച് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. ഇത് വീണ്ടും പറയുന്നു,
കുറച്ച് പേരുടെ എനർജിയാണ് ഇത്. ആർക്കൊക്കെ റെസണേറ്റ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിംഗ് ആയിട്ടാണ് കിട്ടിയത്. നിങ്ങൾ കണ്ടല്ലോ ഇതിൻ്റെ കാർഡ്സ്. അപ്പോൾ പക്ഷെ അതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ച് പേരുടെ എനർജിയാണിത്, അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഉള്ള ഒരു ടെൻഷനും വിഷമങ്ങളും ഈ കിട്ടിയപ്പോൾ അമിതമായ സന്തോഷവും ഇതൊന്നുമില്ലാതെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ നഷ്ടബോധവും ഇല്ല, ഈ സന്തോഷവും ഇല്ല, അമിതമായൊരു സന്തോഷവും ഇല്ല, ഓവർ കോൺഫിഡൻസും ഇല്ല. നിങ്ങളൊരു ഹെർമിറ്റ് എനർജിയിലിരിക്കും എന്നുള്ളതാണ് എല്ലാം. ആ ഒരു നിങ്ങൾ എന്താണ്, ഇതൊന്നുമല്ല യാഥാർത്ഥ്യം, ഇതിലപ്പുറം നമുക്ക് സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുന്ന വേറൊരു അവസ്ഥയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഈ വന്നതും പോയതും ഒന്നുമേ അല്ല എന്ന്, അല്ലെങ്കിൽ സംഭവിച്ചതൊന്നും ഒന്നും അല്ല എന്നുള്ളൊരു അത്രയും മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു ഒരു എനർജി ആകുന്നുണ്ട് നിങ്ങൾ. ശരിക്കും ഒരു ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ ഒരു സന്യാസിയാണ്. അപ്പോൾ അത് ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന നമുക്ക് നമ്മളുടെ ഈ ഒരു മെറ്റീരിയൽ ലൈഫിൽ ഉപരി നമുക്ക് നമ്മളുടെ ആ സോളിനെ കുറിച്ച്, സോൾ ലെവലിൽ ചിന്തിക്കാൻ പറ്റുന്ന, അവിടെ സന്തോഷവും അതൊന്നും വേറൊന്നുമില്ല, ദുഃഖവും പ്രശ്നങ്ങളും ഒന്നുമില്ല. അത് അവിടെ ഒരു നത്തിങ്നെസ് ആണുള്ളത്. നമുക്ക് ഈ ഒരു ഹെർമിറ്റ് എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്, നത്തിങ്നെസ് ആണ്, അവിടെ ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നാണ് കാണുന്നത് നെക്സ്റ്റ് ഫേസിൽ. പിന്നെ ഇതിൽ ട്രീ വന്നിട്ടുണ്ട്, അഫയേഴ്സ് വിത്ത് അവർ ഫാമിലി. അപ്പോൾ നിങ്ങൾ ഈ ചീറ്റിംഗ് നടന്ന് നിങ്ങൾ പിണങ്ങിപ്പോയത് നിങ്ങളുടെ ഫാമിലിയുമായിട്ടാണെങ്കിൽ ഒരു ഫാമിലിയുമായിട്ട് തിരിച്ച് റീയൂണിയൻ വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഡാർക്ക് മെൻ വന്നിട്ടുണ്ട്, ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ മാൻ വന്നിട്ടുണ്ട്, ഡാർക്ക് കോംപ്ലക്ഷൻ ഓഫ് ഹെയർ. ചില ആൾക്കാർ ചിലപ്പോൾ ഈ ഒരു നിങ്ങളെ സഹായിക്കുന്നത് ഇങ്ങനെയുള്ള ഒരാളായിരിക്കാം, നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ കാണുന്നത്. ക്യാറ്റാണ്, ടു ഫേസ്ഡ് ഫ്രണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ആദ്യം ഇത് പറഞ്ഞല്ലോ, ചിലപ്പോൾ നിങ്ങളുടെ കൂടെ വളരെ സ്നേഹത്തിൽ നിൽക്കുന്ന ആൾക്കാർ നിങ്ങളെ കുറിച്ച് വളരെ മോശമായിട്ടാണ് പുറത്ത് പറഞ്ഞ്, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമാണുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ആ വ്യക്തി നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നിയർ ഫ്യൂച്ചറിൽ ആരാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്, ഇതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇയറാണ്, ഗുഡ് ന്യൂസ് കേൾക്കുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ വിഷമിച്ചിരുന്ന കാര്യത്തിനുള്ള ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്. ജൂലൈ മന്ത് വന്നിട്ടുണ്ട്. അപ്പം നിയർ ഫ്യൂച്ചറിൽ എന്ന് വെച്ചാൽ ഈ മാസം തന്നെ അത് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ഇത് ആയതല്ലേ ഉള്ളൂ, അപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ ഈ മാസം തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം സംഭവിക്കും എന്ന് കാണുന്നുണ്ട്. പെസ്സാണ്, പേ അറ്റൻഷൻ ടു യുവർ ഫിനാൻസസ്. അപ്പം നിങ്ങൾ ശരിക്കും ഒരു ഫിനാൻസിലാണ് നിങ്ങൾ ശ്രദ്ധിക്കാതെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നതെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം എന്ന് കാണുന്നുണ്ട്. ചെയർഫിൽഡ് എന്നാണ്, ചെയർഫിൽഡ് സമ്മൺ ന്യൂ ഈസ് എൻറ്ററിങ് ടു യുവർ ലൈഫ്. ചില ആൾക്കാർക്ക് ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയതിൻ്റെ പെയിനിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പുതിയ ആൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ആ ഒരു ചെയർ ഫില്ല് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പം ചിലർക്ക് ഇത് ശരിക്കും ഒരു പുതിയ ആളാണ് എന്ന് കാണുന്നുണ്ട്. കരിയറിലാണ് നിങ്ങൾക്കൊരു പ്രശ്നം വന്നതെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് ആ ഒരു ചിലപ്പോൾ ആ സ്ഥലത്തല്ലായിരിക്കാം, ഈ ചെയർ ഫീൽഡ് വന്നല്ലോ. അപ്പോൾ കരിയറിലാണ് നിങ്ങൾക്കൊരു ജോലിയാണ് നഷ്ടപ്പെട്ടതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്ഥലത്തേക്ക് വീണ്ടും നിങ്ങൾ എത്തി ആ ചെയർ ഫില്ലാക്കുന്നു എന്ന് നമുക്ക് പറയാം. ജൂലൈ മന്തിൽ തന്നെ അത് സംഭവിക്കും എന്നാണ് കാണുന്നത്. ഗുഡ് ന്യൂസും വരുന്നുണ്ട്. നിങ്ങൾ എന്തായാലും വളരെ സന്തോഷമായിട്ടിരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉടൻ തന്നെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സിറ്റുവേഷനാണ് ഇതെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സമാധാനമായിട്ടും ആഗ്രഹങ്ങളൊക്കെ ജെന്യുനായിട്ടുള്ള ആഗ്രഹങ്ങൾ, എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം.